സൗദിയിൽ മീഡിയ വൺ മാർക്ക് ആൻഡ് സേവ് സ്റ്റാർ ബേക്കറിന് പ്രൗഢമായ തുടക്കം. റിയാദ് ഫ്ലെമിംഗോ പാർക്കാണ് വേദി. വിവിധ മത്സരങ്ങളും സെഷനുകളും പരിപാടിയുടെ ഭാഗമായി പുരോഗമിക്കുകയാണ്. റിയാദിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി മിഷാൽ ചെർപ്പുളശ്ശേരിയുണ്ട്. മിഷാൽ, എങ്ങനെ പുരോഗമിക്കുന്ന പരിപാടി ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? മീഡിയ വൺ മാർക്ക് ആൻഡ് സേവ് സ്റ്റാർ ബേക്കറിന്റെ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മത്സരങ്ങൾ തുടരുകയാണ്. വിവിധ തരത്തിലുള്ള മത്സരങ്ങളാണ്. അതിന് മുന്നേ പറയാനുള്ളത്, മീഡിയ വൺ വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരുന്ന നമ്മുടെ പ്രേക്ഷകരോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്. ആ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വിവിധ മത്സരങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കായി നടക്കുന്ന ഡ്രോയിങ് മത്സരങ്ങളാണ്. 4 പ്രധാന മത്സരങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് കേക്ക് ബേക്കിംഗ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തേത് ഡുവോ ഡെസേർട്ടാണ്. ഇത് രണ്ടുമാണ് മുതിർന്നവർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. അതിനുശേഷമുള്ള 2 മത്സരങ്ങളാണ് കുക്കി ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ ലിറ്റിൽ പിക്കാസോ എന്ന കുട്ടികൾക്കായുള്ള മത്സരങ്ങളും. അതിലെ ലിറ്റിൽ പിക്കാസോ മത്സരമാണ് ഇവിടെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വശത്ത് കേക്ക് ഡിസൈനിങ് പൂർത്തിയാക്കി അതിൻ്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞു. കേക്ക് വിതരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കേക്ക് കഴിക്കുന്ന കാഴ്ചയും എൻ്റെ പുറകെ ഏറെക്കുറെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ എടുത്തു പറയാനുള്ളത്, വളരെ ജനകീയമായ ഒരു പരിപാടിയാണ് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത്, ഏറ്റവും അധികം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, വളരെ ആവേശത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വനിതകളാണ്. അതല്ലെങ്കിൽ ഈ റിയാദിലെ സ്ത്രീകളാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡുവോ ഡെസേർട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേക്ക് ഡിസൈനിങ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു സെഷനും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ പിക്കാസോ മത്സരങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് 2 സെഷനുകളാണ്. ഈ മേഖലയിലെ, കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2 പ്രധാന സെഷനുകളാണ്. അതിൽ ഒരു സെഷൻ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൂടെ മത്സരിക്കാനായി എത്തിയ മത്സരത്തിന് അല്ലേ, മത്സരം കഴിഞ്ഞു അല്ലേ? ഏത് മത്സരമാണ്? ഏതിലായിരുന്നു മത്സരം? ഡുവോ ഡെസേർട്ട്. എന്താണ് പേര്? ജഫ്രീന. എന്റെ പേര് മുംതാസ്. ഷഹാന. അവിടെ ഒരാളുണ്ട്. തഫ്സീല. എവിടെയാണ് സ്ഥലം? നമ്മുടെ നാട്ടില് തലശ്ശേരി. ഇവിടെ കണ്ണൂര്. മാഹി. കൂത്തുപറമ്പ്. എല്ലാരും തലശ്ശേരിക്കാരാണ് അല്ലേ? ഫ്രണ്ട്സ് ആണോ? അതെ അതെ, ഫ്രണ്ട്സ് ആണ്. ആരൊക്കെയാണ് മത്സരിച്ചേ? നമ്മള് എല്ലാരും മത്സരിച്ചു. ഏതിലായിരുന്നു? ഡുവോ ഡെസേർട്ടില്. ഡുവോ ഡെസേർട്ട്. അതെ അതെ. മാഹി അല്ലേ പറഞ്ഞേ? കൂത്തുപറമ്പ്. ഞാനാണ് മാഹി. ഏതായിരുന്നു മത്സരം? മത്സരം ഡുവോ ഡെസേർട്ട്. ഡുവോ ഡെസേർട്ട്. 2 പേരുള്ളത്. ഇവിടെ മത്സരിച്ചിട്ടില്ല. അതെന്താ മത്സരിക്കാഞ്ഞേ? അറിഞ്ഞില്ലല്ലേ? അപ്പൊ ആരും പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇവർക്ക് അറിയില്ല. അങ്ങനെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മത്സരത്തിന്റെ എക്സ്പീരിയൻസ്? എന്താ? മീഡിയ വൺ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. കാരണം ഒരു ഡുവോ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പങ്കെടുക്കാറ്. ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഡുവോ ആകുമ്പോൾ ഒരു പാർട്ട്ണർ കൂടി ആയല്ലോ, അപ്പൊ നമുക്കൊരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ മത്സരം പൂർത്തിയാക്കി ഇരിക്കുകയാണ്. അവിടെ കേക്കും കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണല്ലേ? ജഡ്ജസ് എന്തായാലും കുറച്ചൊരു പാടുപെടും. ഈ ഡുവോ ഡെസേർട്ടിന്റെ കാര്യത്തിൽ പാടുപെടുമോ? അതും പാടുപെടും. ഫസ്റ്റ് പ്രൈസ് അടിക്കുമോ? ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ? നിങ്ങൾ 2 പേരും ആയിരുന്നു? നിങ്ങൾ 2 പേരും അല്ലേ? അത് ശരി. അപ്പോ കടുത്ത മത്സരമാവും. നമ്മൾ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നു. എല്ലാരും നല്ലോണം ചെയ്തില്ല. എന്തായാലും ജഡ്ജസ് എന്തായാലും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതെ, അതാണല്ലോ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ വേണ്ടത്. മീഡിയ വൺ അങ്ങനെയാണല്ലോ. പുതിയതാണല്ലോ മീഡിയ വൺ കൊണ്ടുവരുന്നത്. ഇത്തരം വനിതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സെഷനുകളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അതൊക്കെ പങ്കെടുത്തിരുന്നു. ഈ ഒരു മേഖലയിലെ കരിയർ സാധ്യതകൾ അതൊക്കെ കേട്ടിരുന്നു. വളരെ നന്നായിരുന്നു, നല്ല യൂസ്ഫുൾ ആയിരുന്നു. എല്ലാം അവർ ഓരോരോ മെസ്സേജും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടി മൂവ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ്, ഹോം ഷെഫാണ്. സ്നാക്സ് ചെയ്യുന്നുണ്ട്, ഫ്രോസൺ റോട്ടീസ്, ബിരിയാണി. 8 years ആയി സ്റ്റാർട്ട് ചെയ്ത്. സൗദിയിൽ അതിനുള്ള സാധ്യത ഇപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് ഈ മേഖലയിലൊക്കെ വളരെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇതെങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയില്ല, ഇതെങ്ങനെ പണമാക്കണം എന്നറിയില്ല, വിപണി അറിയില്ല. എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, നമ്മൾ എന്താ, നമുക്ക് ചിലർക്ക് പാഷൻ ആയിരിക്കും, അത് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ആൾക്കാർ. പക്ഷെ അവർക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല. അവർ ജസ്റ്റ് അതൊന്ന് ആക്കി മുന്നോട്ട് ചെയ്യുക, ആരെങ്കിലും ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളിൽ തന്നെ ഓർഡർ ചെയ്യും, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്കൊരു മടിയായിരിക്കും ഇതെങ്ങനെയാണ്. അവരങ്ങ് ആക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ഈ മീഡിയ വണ്ണിന്റെ ഇത്തരം
ഇനിയും പ്രോഗ്രാംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതേപോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കുറേ ഹൗസ് വൈഫ്സ് ഉണ്ട് വെറുതെ വീട്ടിലിരുന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ആക്ച്വലി അതുപോലത്തെ ഒരു ലേഡിയാണ് ഞാനും. ഒന്നും എന്നെ കൊണ്ട് ഇന്ന് വെറും കുട്ടികളെ നോക്കുക, പിന്നെ ഹസ്ബൻഡിനെ നോക്കുക, വീട് നോക്കുക, വേറെ ഒന്നുമില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 1 year ആയിട്ടുള്ളൂ കോമ്പറ്റീഷൻ വരാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഒരു എന്താ പോലെ, പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെ കിട്ടിയ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അങ്ങനെ ആദ്യമൊന്നും അങ്ങനെ പരിചയമൊന്നുമില്ല. ഇവളാദ്യം അറിയാം, ഇവരാദ്യം അറിയാം. പക്ഷെ ഇവരൊക്കെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ നമ്മൾ ഒരുപാട് വരുന്നുണ്ട് കോമ്പറ്റീഷൻസ്. മീഡിയ വൺ തന്നെ കുറേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുന്നോട്ട് പോവാ, പങ്കെടുക്കുക, കിട്ടുക കിട്ടാണ്ടിരിക്കുക എന്താണല്ലോ. കണ്ണൂർ സൈഡിൽ നിന്നുള്ളതാണ്. എൻ്റെ അടുത്ത സുഹൃത്ത് മാഹിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭക്ഷണം ഒരു വീക്ക്നെസ് ആണ്, പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക്. അങ്ങനെയാണോ ഈ ഒരു മേഖലയോട് കൂടുതൽ താല്പര്യം? ആണ്. എന്താണ് ഈ മാഹി കണ്ണൂരുകാരോടൊക്കെ പറയാനുള്ളത്? പ്രത്യേകിച്ച് നാട്ടിൽ അവരും ഇതുപോലെ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇതുപോലെ ഇപ്പം നാട്ടിലുണ്ട് ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻസ്, കുറേ ഇവന്റ് നാട്ടിലും വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം പോയി പങ്കെടുക്കുക, പ്രൈസ് വാങ്ങാം. മടിച്ച് നിൽക്കാണ്ട് മുന്നോട്ട് വരും. കാരണം എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വന്നതിനാൽ തന്നെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞുതരും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ ചിലപ്പോൾ നമ്മൾ വേറെ ആളത് കണ്ടിട്ട് പഠിക്കാനുണ്ട്, നമ്മളത് കണ്ടിട്ട് വേറെ ആൾക്ക് പഠിക്കാനുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്നതിന് നമുക്ക് ഇതൊന്നും അറിയുന്നില്ല. അപ്പം മീഡിയ വണ്ണൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, വലിയൊരു ഉപകാരമാണ്. ഓരോ കോമ്പറ്റീഷന് പോകുമ്പോഴാണ് നമുക്ക് ഐഡിയാസ് കിട്ടും. അതായത് പുതിയ ഐഡിയാസ് ഓരോ കോമ്പറ്റീഷന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുക ഞങ്ങൾക്ക് പുതിയ ഞങ്ങൾ തിങ്ക് ചെയ്യാനും അത് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസും കൂടി ആണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ. പുതിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെയും പുതിയൊരു കമ്മ്യൂണിറ്റീനെയും കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മീഡിയ വൺ ഓരോ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതിൽ കൂടെ എല്ലാ ഇൻഫോർമേഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഇവന്റ് വരുന്നത്, എന്തോ കോമ്പറ്റീഷൻ വരുന്നത്, അങ്ങനെ ഒരു എന്റർപ്രനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽ ഒരുപാട് 1000 and more പാർട്ടിസിപ്പൻസ് ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എവിടെ ഇവന്റ് കോമ്പറ്റീഷൻ ലൈഫിൽ ഇപ്പൊ എത്ര ബിസി ആണെങ്കിലും ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എത്തും. ഞങ്ങളൊക്കെ എന്റെ കാര്യം തന്നെ നോക്കാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ ഇവിടെ വന്നില്ല. മീഡിയ വണ്ടേ മിസ് ചെയ്യാൻ പറ്റൂല. അതെ. അപ്പൊ എന്തായാലും വളരെ നന്ദി. മാത്രമല്ല മത്സരിച്ച നിങ്ങൾക്ക് ഇപ്പൊ രണ്ടുപേർക്കും രണ്ടുപേർക്കും കിട്ടും. ആർക്കാണ് കിട്ടുക അറിയില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മെയിൻ. എന്തായാലും ഈ മീഡിയ വണ്ണിന്റെ ഭാഗമായി മീഡിയ വൺ വിളിച്ചപ്പോൾ ഓടിയെത്തിയ തലശ്ശേരിക്കാർ, കണ്ണൂരുകാർക്ക്, മാഹിക്കാർ, അതെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് വനിതകളടക്കമുള്ള ആളുകളുടെ നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. വളരെ വലിയ ആവേശത്തോടെയാണ് അവർ ഓരോരുത്തരും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ തുടരുകയാണ്. ആര് വാഴും ആര് വീഴും എന്ന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ, വളരെ ജനകീയമായിട്ട് തന്നെ ഇവിടെ തുടരുകയാണ്.